എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് എവരി വൺ ഹാസ് സം ക്വാളിറ്റീസ് ഐഡൻറ്റിഫൈഡ്. നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയുടെ ഒരു തുടർച്ചയായിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. പക്ഷേ ഇതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതായത് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കഴിവുകളുണ്ട് എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. അതിനെ കണ്ടെത്തുക എന്നുള്ളത് ഒരു നേതാവിന് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് എന്നും പറഞ്ഞു. ഇതെങ്ങനെയാണ് നമുക്ക് കണ്ടെത്താൻ പറ്റുക? അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പം പലർക്കും പല കാര്യത്തിലും കഴിവുകളുണ്ട് എന്ന് പറഞ്ഞു. അത് നമ്മൾ കണ്ടെത്തണം എന്ന് പറഞ്ഞു. കണ്ടെത്താനായിട്ടുള്ള ഏറ്റവും എളുപ്പമായിട്ടുള്ള മാർഗം എന്ന് പറയുന്നത് നിരീക്ഷിക്കുക എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഒരാളെ ഒരു കാര്യം ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അത് അയാൾ ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടുന്നു എന്നുള്ളത് മാത്രം നോക്കുക എന്നുള്ളതല്ല, അയാൾ അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എത്ര ആളുകൾ ഇതിന് ശ്രമിക്കാറുണ്ട്? പലപ്പോഴും ഇല്ല. ഇപ്പം നമ്മളൊരു പൊസിഷനിലിരിക്കുന്ന ഒരു സീനിയർ ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. നമ്മുടെ താഴെയുള്ള ഒരാൾക്ക് നമ്മളൊരു പണി ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും വേഗം അത് ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ ഓക്കെ, അത് ചിലപ്പോൾ നല്ലൊരു വാക്ക് നമ്മൾ പറയുമായിരിക്കും. പക്ഷെ അയാൾ എങ്ങനെ ചെയ്തു എന്നുള്ളത് മനസ്സിലാക്കേണ്ടതും വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. അതിനനുസരിച്ചുള്ള പണി വേണം ശരിക്കും, അല്ലെങ്കിൽ വർക്ക് വേണം അവരെ ഏൽപ്പിക്കാനായിട്ട്. ഒരു ചെറിയൊരു ഉദാഹരണം ഞാനിവിടെ പറയാം. ഇപ്പം നമ്മളിപ്പം ഒരു സ്ഥാപനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് വിചാരിക്കുക. അവിടെ തീർച്ചയായിട്ടും കണക്കുകൾ സൂക്ഷിക്കേണ്ട ഒരു ആവശ്യമുണ്ട്, അല്ലെങ്കിൽ കണക്കുകൾ കൂട്ടേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പം അങ്ങനെ കണക്ക് കൂട്ടാനായിട്ട് നമ്മൾ ഒരാളെ ഏൽപ്പിക്കുന്നു. അയാൾ കൃത്യമായിട്ട് കണക്കുകളൊക്കെ തരുന്നുമുണ്ട്. പക്ഷേ ആ കണക്കുകൾ എഴുതിയല്ല അയാൾ കൂട്ടുന്നത്, മനക്കണക്കാണ് കൂട്ടുന്നതെങ്കിൽ അയാളെ കണക്ക് എഴുതാനായിട്ട് അവിടെ ഇരുത്തിയാൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവണം നിർബന്ധമില്ല. ഉണ്ടാകുമായിരിക്കാം, ഇല്ലായിരിക്കാം. പക്ഷെ അയാളുടെ ഇൻട്രസ്റ്റ് എന്താണ് എന്നും കൂടെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മൾ ആളുകളെ ഓരോ കാര്യം ഏൽപ്പിക്കുന്നത് ഇപ്പോൾ ഉള്ള ആവശ്യം നിറവേറ്റാൻ വേണ്ടിയിട്ടായിരിക്കാം, അല്ലേ? ഇപ്പം നമ്മളൊരാളെ ജോലിക്ക് എടുക്കുക, നമ്മളൊരു സ്ഥാപനത്തിൻ്റെ ഒരു തലവനാണെന്ന് വിചാരിക്കുക. ആ സ്ഥാപനത്തിൽ ഒരു ജോബ് വേക്കൻസി വന്നു. അപ്പോൾ അതിന് പറ്റിയ ആളുകളെ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്ത് എടുക്കുന്നുണ്ട്. പക്ഷേ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ഈ രീതിയിലും കൂടെ ചിന്തിക്കേണ്ട ഒരു അത്യാവശ്യമുണ്ട് എന്നാണ് പറയുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, ഈ വന്നിരിക്കുന്ന ആളുടെ കഴിവനുസരിച്ച് അയാളെ ഏൽപ്പിക്കാൻ പറ്റുന്ന എന്തെങ്കിലും ജോലി അവിടെ ഉണ്ടോ എന്നുള്ളതും കൂടെ ഒന്ന് ചിന്തിക്കുക. അപ്പോൾ ഉള്ള ജോലിക്ക് വേണ്ടി ആളുകളെ തിരഞ്ഞെടുക്കുക എന്നതിലും ഉപരി ശരിക്കും നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആ വന്നിരിക്കുന്ന ആളുകളുടെ കഴിവനുസരിച്ച് ഇവിടെ പുതിയതായിട്ട് നമുക്ക് എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. ഇങ്ങനെ ചിന്തിക്കുന്ന നേതാക്കന്മാർ വളരെ കുറവാണ്. അപ്പം നല്ലൊരു നേതാവാകാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നമ്മൾ വളർത്തിയെടുക്കേണ്ട ഒരു കഴിവാണ്. ആയിരക്കണക്കിന് വർഷം മുമ്പ് അർത്ഥശാസ്ത്രത്തിൽ ചാണക്യൻ ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. ഉള്ള ജോലിക്ക് വേണ്ടിയിട്ട് ആളുകളെ എടുക്കുന്നതോടൊപ്പം വന്നിരിക്കുന്ന ആളുകൾ, ആ ജോലിക്ക് വേണ്ടി അപേക്ഷിക്കാനായിട്ട് വന്നിരിക്കുന്ന ആളുകളുടെ കഴിവുകൾ മനസ്സിലാക്കി പുതിയ തലങ്ങളിലേക്ക് അവരെത്തിക്കാനും ശരിക്കും ഒരു നേതാവിന് സാധിക്കും. അപ്പോൾ ഈ രീതിയിലും തീർച്ചയായിട്ടും നമുക്ക് ചിന്തിക്കാൻ സാധിക്കട്ടെ. അതുവഴി ആളുകളിൽ ഒളിഞ്ഞു കിടക്കുന്ന കഴിവുകൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കി അവർക്കും സമൂഹത്തിനും പ്രയോജനപ്പെടുന്ന രീതിയിൽ അവരെ നമുക്ക് വളർത്തിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു.